എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ആരാണ് നിങ്ങളെന്തായി കാണിക്കുന്നത്? മാറിയില്ലേ ഇങ്ങോട്ട് മാറാൻ എന്താ ഭ്രാന്തോ? പറഞ്ഞ കേക്കില്ലേ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങി അടങ്ങൂ. പോകാനല്ലേ ഇനി ഇവിടെ എന്താണ് ഇതിനോട് ചേർത്ത് വെച്ച് കത്തിച്ച് കളയില്ല. ലാലു ഇതിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എൻ്റെ മകനായിട്ട്. അത് അദ്ദേഹം അത്രയും തിരക്കുള്ള സമയത്തും സത്യത്തിൽ പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങിന് വരുമ്പം അദ്ദേഹത്തിന് ദേഹം പോലും അത്രയും ഒരു ഹെൽത്തി ആയിട്ട് അല്ല വന്നത്. എന്നുവെച്ചാൽ എപ്പോഴും അവന് ഈ ഇവിടെ ഒരു സൈനസിൻ്റെ വേദനയും ചുമയും എന്തോ പൊടിയൊക്കെ കൊണ്ടിട്ട് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് വന്ന് ഈ വേഷം ചെയ്യുന്നത്. എന്നിട്ടും ഒരു പ്രാവശ്യം പോലും അയ്യോ എനിക്ക് വയ്യ നാളെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. അത്രയും സമയമില്ല. അദ്ദേഹം പറഞ്ഞാലും ആ പടം അവിടെ നിൽക്കും. പിന്നെ അത് എപ്പോൾ എടുക്കാൻ പറ്റുന്നുള്ളത് പോലും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ഇതിൽ വളരെ കുറച്ചായിട്ടുള്ള ആർട്ടിസ്റ്റേ ഉള്ളൂ. അവരെല്ലാവരും അതായത് എൻ്റെ അടുത്തുള്ള സ്നേഹം എന്താണ് എന്നുള്ളത് അവരെ ഈ പടത്തിലൂടെ കാണിച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ചലച്ചിത്രകലയുടെ ശക്തി സൗന്ദര്യങ്ങളെ തൊട്ടറിയാത്ത പല സംവിധായകരുടെയും ചിത്രങ്ങൾ നമ്മുടെ തിയേറ്ററുകളിൽ ഏറെക്കാലമായി തപ്പിത്തടയുമ്പോൾ വേനൽ മഴയായി മാറുന്നു വീഴുകൾ സാക്ഷി. ഇതിലെ വീഴുകൾ സാക്ഷിയുടെ കൂനിയമ്മ എന്ന കഥകളാണ്. നമ്മൾ ആദ്യം കൂനിയമ്മയാണ് നമ്മൾ സിനിമ കഥ വരുമ്പോൾ കൂനിയമ്മ വന്നപ്പോൾ കൂനിയമ്മ എന്ന് പറയുന്ന കഥാപാത്രം പൂർണ്ണരൂപത്തിൽ എന്റെ മനസ്സിൽ വന്നപ്പോൾ എന്റെ മനസ്സിൽ ആദ്യമായിട്ട് വന്ന സുകുമാരി ചേച്ചി അല്ലാതെ ഒരു ആർട്ടിസ്റ്റിനെ പോലും മനസ്സിൽ പോലും ഈ സിനിമയിൽ ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം യൂണിയമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് വന്ന പിന്നെയാണ് മറ്റ് കഥാപാത്രങ്ങൾ വരുന്നതും കാസ്റ്റിംഗ് നടന്നത്. അപ്പോൾ ഒരു കഥയുടെ ബീജാവസ്ഥയിൽ തന്നെ നമ്മൾ എൻ്റെ മനസ്സിൽ സുമാരി ചേച്ചി ഉണ്ടായിരുന്നു. കാരണം സുമാരി ചേച്ചിയെ പോലുള്ള ഒരു അഭിനേത്രിയുടെ മുന്നിൽ പ്രതിഭയുടെ മുന്നിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് കാരണം ഇതിൻ്റെ ഒരു ഓർമ്മ 2000-ലേറെ ചിത്രങ്ങൾ പല ഭാഷകളിലായി 2000-ലേറെ ചിത്രങ്ങളിൽ സുമർജിച്ചാണ്. ഈ ചെയ്ത ചേച്ചി മറ്റു ചെയ്ത കഥാപാത്രങ്ങൾ മോശമെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ മെഡിക്കൽ സാക്ഷിയിലെ കുഞ്ഞിയമ്മയെ പോലെ ഒരു ശക്തമായ ഒരു കഥാപാത്രം സുമാരി ചേച്ചി ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയം. കാരാഗൃഹത്തിൽ പിറന്ന കാർവർണ്ണനും കാലിത്തൊഴുത്തിൽ പിറന്ന പൊന്നുണ്ണി